കുറേ നാൾക്ക് ശേഷം ഒരു ട്രിപ്പ് പോവാണ്. കൊച്ചിക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയുടെ കാഴ്ചകളൊക്കെ കാണാം. ഗൈസ്, നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് ചെറായി ബീച്ചിലേക്കാണ്. ഒരു 8 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഒരു 10 മണിയോട് കൂടിയിട്ട് ബീച്ചിലെത്തി. ഇവിടുത്തെ ബീച്ചിൻ്റെ പേര് നെപ്റ്റ്യൂൺ എന്നാണ്. സന്ധ്യ ആകുമ്പോഴാട്ടോ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് ഉണ്ടാവുക. ഞങ്ങളൊരു മോർണിംഗ് ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു പ്ലേസാണ്. ഞങ്ങൾക്കൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു വാക്കിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വാക്ക് വേ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ അഴിമുഖത്തിന് ചുറ്റും ഒരുപാട് ചൈനീസ് വലകൾ ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കുന്നത് കണ്ടു. ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഫിഷിങ്സൊക്കെ കാണുന്നത്. ഇവിടെ നിന്ന് അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ അതിൻ്റെ എൻഡിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഉപ്പുകാറ്റൊക്കെ കൊണ്ട് നൈസായിട്ട് വെയിലൊക്കെ കൊണ്ട് നടക്കുകയാണ്. കണ്ടോ, ആ കാണുന്നതാണ് ബീച്ച്. ഇവിടെ നിന്നിട്ട് തന്നെ പുറംകടലിലേക്ക് മീൻ പിടിക്കാൻ പോയിട്ടുള്ള ബോട്ടുകളും വഞ്ചികളൊക്കെ നമുക്ക് കാണാം. ഇവരെങ്ങനെയാണ് മീൻ പിടിക്കുന്നത് വെച്ചാൽ തലേ ദിവസം രാത്രിയാണ് ഇവർ മീൻ പിടിക്കാനായിട്ട് പോവുക. എന്നിട്ട് ഒരു ദിവസം മൊത്തം പുറംകടലിൽ സ്റ്റേ ചെയ്യും. എന്നിട്ട് മീനൊക്കെ പിടിച്ചിട്ട് പിറ്റേ ദിവസം വൈകുന്നേരമാണ് കരയ്ക്കെത്തുക. ഇവിടെ 2 ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. വളരെ ക്ഷമ വേണ്ട ഒരു പണിയാണ് കേട്ടോ മീൻ പിടുത്തം എന്ന് പറയണത്. ഇത് പുറംകടലിൽ പോയിട്ട് വരുന്ന ഒരു ബോട്ടാണ്. ഇന്ത്യയുടെ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണല്ലോ ബോട്ടൊക്കെ കാണാൻ. ദൂരെ ഒരുപാട് കപ്പലുകളൊക്കെ പുറംകടലിൽ നങ്കൂരിട്ടത് ഇവിടെ നിന്ന് തന്നെ കാണാം. പോലീസ് പട്രോളിങ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ള ഫിഷിംഗ് നെറ്റ്സ് ആണിത്. ഇതിനകത്തേക്ക് പോകാൻ പറ്റിയില്ല, പക്ഷെ അടുത്തുനിന്ന് തന്നെ കാണാനൊക്കെ സാധിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പ്ലേസ്. ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു. ഇതിനടുത്ത് ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വരുന്നവർക്ക് താമസിക്കാനൊക്കെ. പിന്നെ കുറേ പേര് ബീച്ചിലൊക്കെ ഇരിക്കുന്നത് കണ്ടു. ഇതിന് ചുറ്റും നിറയെ കാറ്റാടി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ ഇരുന്നിട്ട് കാറ്റുകൊണ്ട് കടൽ കണ്ടിരിക്കാൻ. ഈ റോഡ് ഇരുവശത്ത് കാണുന്നതാണ് ചെമ്മീൻ കെട്ട്. ഇവിടെ ഒരുപാട് ചെമ്മീൻ കൃഷി നടത്തുന്നുണ്ട്. ഇവിടെ തന്നെ കയറ്റുമതിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ബൈ നൗ.